എവ്രിവൺ, ഷാലോം കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ നാം യേശുവിനോട് ചേർന്ന് നിൽക്കണം. പിന്നീട് അത് നമ്മുടെ ജീവിതത്തിന് വലിയ പുണ്യങ്ങളായി മാറും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ ഇന്നും സുനിത സിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. പോകാം അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികളിലേക്ക്. സൂപ്പർ, നല്ല പപ്പടം. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. നല്ല പപ്പടം, ചൂടുള്ള പപ്പടം വേണോ? പ്രിയമുള്ളവരെ, എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊല്ലരുത് എന്ന കൽപ്പനയെക്കുറിച്ചാണ്. എന്താണ്? ചിലവർ നമ്മൾ കൊല്ലത്തില്ലേ, ഇങ്ങനെ മരിക്കും, കൊല്ലും. അങ്ങനെ 5-ാം പ്രമാണമായ കൊല്ലരുത് എന്ന കൽപ്പനയെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, റെഡിയാണോ കേൾക്കാൻ? ഉഷാറാണോ? യെസ്. അപ്പോൾ നമ്മളെല്ലാവരും കോപ്പികളാണ്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചെഴുതണതല്ല, പകർപ്പുകളാണ്, തനി പകർപ്പുകളാണ്. ആരുടെ പകർപ്പുകളാ? ദൈവത്തിൻ്റെ പകർപ്പുകളാണ്, ഫോട്ടോ കോപ്പീസാണ്. നമ്മൾ ഒരു സാധനം കോപ്പി എടുക്കുമ്പോൾ അതുപോലെ ആയിരിക്കില്ലേ അടുത്ത കോപ്പിയും. കണ്ടിട്ടുണ്ടോ? പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏത് സാധനമാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ സെറോക്സ് മെഷീനിലൊക്കെ ചേട്ടന്മാരിൽ കൊടുക്കുമ്പോൾ അവർ അതേപടിയായിരിക്കും കിട്ടുന്നത്, ഒറിജിനലായിരിക്കും. ഇതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒറിജിനൽ കോപ്പീസാണ്. അതുകൊണ്ട് ഒരിക്കലും പറയരുത് എൻ്റെ അമ്മയും പപ്പയും ആഗ്രഹിക്കാതെയാണ് ഞാനുണ്ടായത്, എന്നെ ആർക്കും വേണ്ട, ഞാൻ ആക്സിഡൻ്റലി ഉണ്ടായതാണ്, ആഗ്രഹിക്കാതെ വന്നതാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത് കേട്ടോ. പപ്പയും അമ്മയും അഥവാ ആഗ്രഹിച്ചില്ലെങ്കിലും ഒടയ തമ്പുരാൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെയൊക്കെ ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്ത് അഭിമാനിക്കണം. യെസ്, ഐ ലവ് മൈ സെൽഫ്. ഓക്കെ, ചെയ്യോ? അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കോപ്പീസാണ്. അപ്പം നമ്മൾ മാസ്റ്റർ പീസസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ചേട്ടായിയും പപ്പയും അമ്മയും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ബെസ്റ്റ് മാസ്റ്റർ പീസസ് ആണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് അവരൊക്കെ. നമ്മളും അവരും ഒക്കെ ഏതോ ഒരു നിമിഷത്തിൽ, അപൂർവ നിമിഷത്തിൽ പൊട്ടിമുളച്ച് വന്ന പറമ്പിലെ വിത്ത് പോലെയും ചെടികൾ പോലെയൊന്നുമല്ല, ദൈവം ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുണ്ടായതാണ് എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓരോരുത്തരും. ഇനി നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്? സിസ്റ്റർ ചോദിച്ചോ, കൊലപാതകം ചെയ്യരുത്, കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? ഏയ് സിസ്റ്റർ, നമ്മൾ കൊല്ലുന്നില്ല, നമ്മൾ ആരെയാ കൊന്നത്? നമ്മൾ ആരെയും കൊല്ലത്തില്ല. കത്തിയോ കടാരയോ മൺവെട്ടിയോ ഒന്നും ഉപയോഗിച്ച് ഞങ്ങൾ ആരെയും കൊല്ലത്തില്ല. സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, A+. പക്ഷേ നമ്മൾ കൊല്ലും. എങ്ങനെയെന്നറിയാവോ? നമ്മുടെ ഈ വാ മാത്രം മതി മറ്റുള്ളവരെ നമ്മൾ കട്ട് ചെയ്ത് വിടാൻ. നമ്മുടെ ഈ ഇത്തിരി പോകുന്ന നാവ് മതി, എല്ലില്ലാത്ത ഈ ഇച്ചിരി മാംസ കഷ്ണം മതി നമ്മൾ മറ്റുള്ളവരെ തകർക്കാൻ. ഉദാഹരണത്തിന് സിസ്റ്റർ ബൈബിളിൽ നിന്ന് പറഞ്ഞു തരാം. സങ്കീർത്തന 52:2. ഓക്കെ, അതിൽ പറയുന്നത് നിന്റെ നാവുക്ക് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. ഈ ക്ഷൗരക്കത്തി എന്ന് വെച്ചാൽ അറിയാവോ? നമ്മുടെ പപ്പയൊക്കെ രോമം വരുമ്പോൾ അവർ മീശയൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ മൂർച്ചയുള്ളതേ അവരിങ്ങനെ ചെയ്യുമ്പോൾ രോമങ്ങൾ വേഗം എടുക്കാൻ പറ്റത്തുള്ളൂ, നല്ല സ്റ്റൈലിലായിട്ട് വരത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവരുടെ മുറിയും അല്ലേ, പപ്പയുടെയൊക്കെ ചോദിച്ചാൽ മതി, അത് മുറിയും. അതുകൊണ്ട് മൂർച്ചയുള്ള ക്ഷൗരക്കത്തിയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമ്മുടെ നാക്ക് ഭയങ്കര മൂർച്ചയുള്ളതെന്നാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു വചനം, പ്രഭാഷകൻ 28:17. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, എന്നാൽ നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. എൻ്റെ കൂട്ടാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇച്ചിരി പോറിയ എന്നാ ചെയ്യും, രക്തം വരും, നമുക്ക് വിഷമമാവും, വേദനയാവും അല്ലേ. ആ പോറിയ ഒരു സ്ഥലം നമ്മൾ ഇവിടെ കൊണ്ട് ഇടിച്ചാലോ, അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന വരും അല്ലേ. അപ്പോൾ ഈ അസ്ഥികൾ മുറിയുന്നത് എപ്പോഴാണ്? വലിയൊരു ആക്സിഡൻറ്റ് പെടുമ്പോഴാണ് നമ്മുടെ അസ്ഥികളൊക്കെ തകർന്നു പോകണം. എല്ലൊക്കെ ഒടിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല, റെസ്റ്റ് എടുക്കണം, കട്ടിലിൽ കിടക്കണം. അതുപോലുള്ള ഇഫക്റ്റ് ആയിരിക്കും ഈ ഇത്തിരി പോന്ന ഈ വായിൽ കിടക്കണ നാവ് ചെയ്യണ പണി. അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യലി നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? വാക്ക് അളന്നു തൂക്കി കൊടുക്കണം. ഓക്കെ, വാക്കി വാതിലും പൂട്ടും ഇടണം. ഏതാ സംശയം ഉണ്ടോ?
പ്രഭാഷകൻ 28:25. ഓക്കെ, ഇതാണ് വചനം. ഇതുപോലെ തന്നെ നമ്മൾ പേജ് മറിച്ച് പുതിയ നിയമത്തിലോട്ട് പോകുമ്പോൾ യാക്കോബ് 3:5 കാണും, നാവ് തീയാണ്, അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. ഇപ്പം മനസ്സിലായല്ലോ നാക്ക് എത്രമാത്രം നമുക്ക് പണി തരുന്ന ആളാണെന്ന്. അപ്പം എൻ്റെ പൊന്നുമക്കളെ, നമ്മളെ തന്നെ ചീത്തയാക്കണ്ട, നമുക്ക് മറ്റുള്ളവരെ കൊല്ലണ്ട. സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരും വിലപ്പെട്ടതാണ്. നമുക്ക് ഉടമസ്ഥതയില്ലാത്ത സാധനത്തെ നമുക്ക് കൊല്ലാൻ അവകാശമുണ്ടോ? ജീവനെടുക്കാൻ അവകാശമുണ്ടോ? അതുകൊണ്ട് മറ്റുള്ളവരെ തളർത്തരുത്, അവരെ അടിച്ചമർത്തരുത്. നാവ് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കൂട്ട, ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. നല്ല 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 കാര്യങ്ങളെ നമ്മൾ പറയത്തുള്ളൂ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിഴുങ്ങും. നമ്മൾ നിശബ്ദത പാലിക്കും. നിശബ്ദതയിലൂടെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. നമ്മൾ പണ്ടത്തെ ഏലിയ പ്രവാചകൻ കേട്ടിട്ടുണ്ടോ? ഏലിയ പ്രവാചകൻ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടത്. അതുപോലെ ഈശോപ്പയുടെ സ്വരം കേൾക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പറയാൻ ഇങ്ങനെ ആവേശം വരും. നമുക്ക് രണ്ട് പറഞ്ഞാലേ ഒരു സന്തോഷം വരും. അപ്പോൾ ആ സന്തോഷം നമുക്ക് വേണ്ട, നമുക്ക് വലിയ സന്തോഷം വേണം. അതുകൊണ്ട് ആ സമയത്തൊക്കെ വിഴുങ്ങുക. നമുക്ക് പറയണ്ട, നമുക്ക് മൗനം പാലിക്കുക. എന്നിട്ട് പറയാം, എൻ്റെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാൻ പറയുന്നില്ല. അപ്പം നമുക്കത് പ്രാക്ടീസ് ചെയ്താലോ? എന്നാ, നമുക്ക് മറ്റുള്ളവരെ കൊലപാതകം ചെയ്യാതിരിക്കാൻ ഒരൊറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ, ഈശോയുടെ സ്നേഹത്തെ പ്രതി. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയാവോ? പപ്പടം കണ്ടോ? ഇതുപോലെ ആൾക്കാർ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചിടും. ഇനി ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുമോ? സിസ്റ്റർ ഇപ്പോൾ ഒരാൾ പറഞ്ഞ് നീ മോശമാണ്, നീ ഒന്നിനും കൊള്ളത്തില്ല, നീ എന്തിനും കൊള്ളാം എന്ന് പറഞ്ഞ് സിസ്റ്റർ ചെയ്തു. ഇനി കുറച്ച് സമയം, അരമണിക്കൂർ 3/4 മണിക്കൂർ സിസ്റ്റർ ഓക്കെ ആയി. എന്നിട്ട് സോറി 10 തവണ സോറി പറഞ്ഞാൽ ഇത് പഴയതുപോലെ ആവുമോ? സോറി കേട്ടോ, സോറി, ഐ ആം റിയലി സോറി. പഴയ പപ്പടം ആവുമോ എൻ്റെ കൂട്ട? എൻ്റെ എല്ലാം പോയേ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ആൾക്കാരെ കൊലപാതകം ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി മാറ്റും. അതുകൊണ്ട് എൻ്റെ ഈശോയുടെ കുഞ്ഞുമക്കളെ, നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ആരെയും തകർക്കണ്ട. നമ്മൾ ഉയർപ്പിക്കുന്ന, വളർത്തുന്ന മക്കളായിട്ട് മാറണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരൊറ്റ കാര്യം, നമുക്ക് വേണ്ടാത്തത് ഇങ്ങനെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് വിഴുങ്ങുന്നു. എന്നിട്ട് പറയുന്നു, ഈശോയെ നിൻ്റെ സ്നേഹത്തെ പ്രതിയാണേ ഞാൻ പറയുന്നില്ല, ഈശോയെ നിൻ്റെ സ്നേഹത്തെ പ്രതി. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് പുണ്യങ്ങളായി മാറും. ചുമ്മാ നമ്മൾ സഹിച്ച് ഒരു റൂമിൽ പോയി അടച്ചിരിക്കരുത്. പറയണം, ഈശോ നിൻ്റെ സ്നേഹത്തെ പ്രതി ഞാനൊന്നും പറയുന്നില്ല, നിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വളർന്ന് തളർത്ത് വടവൃക്ഷമായി മാറും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ 42:10 കാണും. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവം ഐശ്വര്യം തിരികെ കൊടുത്തു, അത് ഇരട്ടിച്ചു കൊടുത്തു. നമുക്ക് എപ്പോഴും ഇരട്ടിക്കാനുള്ള ആഗ്രഹം, നമുക്കുള്ള സാധനം ഇരട്ടിക്കണം. ഇപ്പം B+ കിടക്കണം, നമുക്ക് A+ ആകണം. D+ ആണെങ്കിൽ കയറി വരണം, അതല്ലേ? നമുക്കെല്ലാം ഇരട്ടിക്കണം. അങ്ങനെ ഇരട്ടിക്കണമെങ്കിൽ ഒരു സൂത്രവിദ്യയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു കാര്യം സിസ്റ്റർ ഏൽപ്പിക്കട്ടെ, നിങ്ങൾ ചെയ്യോ? യെസ് എന്നാൽ ഒരു പ്രോമിസ് അടിച്ചേ. ഓക്കെ, ഒരു പ്രോമിസ് അടിച്ചു. അപ്പം നിങ്ങൾ ചെയ്തേക്കണം. ഈ ഭ്രൂണഹത്യയിലെ കുഞ്ഞു വാവമാരെ അമ്മമാരൊക്കെ വയറ്റി വെച്ച് കൊല്ലും. ഓക്കെ, നിങ്ങൾക്കറിയോ ഇന്ന് ലോകത്തിൽ 40 തൊട്ട് 50 മില്യൺ കുഞ്ഞു മക്കളെയാണ് ഒരു വർഷത്തിൽ കൊല്ലുന്നത്. ഒരു ദിവസം എത്രയാണെന്നറിയാവോ? 1,25,000 കുഞ്ഞു മക്കളെയാണ്, വാവമാര്. കരയാനോ ഒന്നും നിലവിളിക്കാനോ പറ്റാത്ത കുഞ്ഞു വാവമാരാണ് ഈ വയറ്റിൽ വെച്ച് കഷ്ണമാക്കി ചവിട്ട് ഇതിൽ നമ്മൾ വേസ്റ്റ്, ഇതുപോലെ നമ്മൾ വേസ്റ്റ് ഇടത്തില്ലേ, ഇതുപോലെ വേസ്റ്റ് എറിയുന്നത് പോലെ എറിഞ്ഞു കളയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി, ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മമാരെ കുഞ്ഞുമക്കളെ കൊല്ലാതിരിക്കണം, ദൈവമേ ആ കുഞ്ഞുമക്കളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭ്രൂണഹത്യക്കെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം നമ്മൾ അത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതൊരു കുഞ്ഞ് എക്സാമ്പിളും കൂടി. നമ്മൾ ഇതുപോലെ നല്ല ശരീരവും മനസ്സും ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാർ ചാകണമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യും. അവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ 2 കാര്യങ്ങൾ, കുഞ്ഞു വാവമാരെ കൊല്ലുന്ന പപ്പയും അമ്മയൊക്കെ നോക്കിക്കോണേ, അവർക്ക് കൊല്ലാതിരിക്കാനുള്ള കൃപ കൊടുക്കണേ, കുഞ്ഞുമക്കളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തത്, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ആ ചേട്ടന്മാരും ചേച്ചിമാർക്കും അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും അവരെയും കാത്തുകൊള്ളണം, അവർക്ക് എനർജി കൊടുക്കണേ, പ്രതീക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ 2 കാര്യം ചെയ്യുമല്ലോ. ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൂട്ടുകാരി, പല പാപങ്ങളും പാപങ്ങളല്ലെന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ? അതൊരു തെറ്റായ ധാരണയാണ്. ഉദാഹരണത്തിന്, കോപ്പി അടിക്കുന്നത് ഒരു തെറ്റാണോ? അല്ല എന്നാണ് പല കൂട്ടുകാരുടെയും അഭിപ്രായം. കോപ്പി അടിക്കാൻ സഹായിച്ച ഒരു കൂട്ടുകാരിയുടെ ദുരനുഭവം
തോട്ടാനച്ഛനുമായി പങ്കുവച്ചപ്പോൾ അച്ഛൻ നൽകിയ നിർദ്ദേശം നമുക്ക് കേട്ടാലോ? പോകാം അവർ സെക്കൻഡ് സെഗ്മെന്റ് തോട്ടാനച്ഛനും കുട്ടിയോളും. എന്തിനായിരുന്നു കരയണേ? അതൊക്കെ വിട്. നീ കണ്ടതല്ലേ അവൾ എന്റെ പേപ്പറിൽ നോക്കി കോപ്പി അടിച്ചതിന് ടീച്ചർ എന്നെ കൂടി പുറത്താക്കിയത്. ഞാനിങ്ങനെ ഇന്ന് കരയല്ലേ? അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. നീ വിഷമിക്കല്ലേ. എന്താ പറ്റിയ മോളെ? എന്താ ഇവിടെ വന്നിരിക്കണേ? എഴുന്നേക്ക് കുഴപ്പമില്ല മോളെ, വാ എഴുന്നേക്ക്. എന്താ കാര്യം ഉണ്ടായത്? അച്ഛാ, എന്റെ കൂട്ടുകാരി എന്റെ പേപ്പറിൽ നോക്കി കോപ്പി അടിച്ചതിന് ടീച്ചർ എന്നെയും കൂടി പുറത്താക്കി. ഓ, മോളുടെ പേപ്പറിൽ നോക്കി എഴുതായിരുന്നു അല്ലെ കൂട്ടുകാരത്തി? അത് മോൾ അറിഞ്ഞിരുന്ന? അപ്പൊ പേപ്പർ മാറ്റി വെക്കണ്ടേ? അവള് ഞാൻ ഇനി പേപ്പർ മാറ്റി വെച്ച അവളെ എനിക്ക് ജാടയാന്ന് വിചാരിക്കും. അത് ശരി. അപ്പൊ എന്നിട്ട് ടീച്ചർ ഇപ്പൊ പിടിച്ചു. അപ്പൊ അത് എന്താ ചെയ്യാല്ലേ? മോളത് പാപാണെന്ന് തോന്നുന്നുണ്ടോ? പാപാണ്. കുമ്പസാരത്തിൽ പറയണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പറയണം. അത് ദൈവകൽപ്പനയുടെ ലംഘനല്ലേ? ഏത് കൽപ്പനയുടെ ലംഘനാണ്? മോഷ്ടിക്കരുത്. അതറിയാലോ. അപ്പോ നമ്മള് മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കാൻ പോലും പാടില്ല. അപ്പൊ മോഹിക്കുക മാത്രല്ല, നോക്കി എഴുതാന്ന് പറയുമ്പോ അത് സ്വന്തമാക്കലും കൂടിയായി. അവളുടെ അറിവ് തെറ്റായ രീതിയിൽ, ന്യായമല്ലാത്ത രീതിയിൽ നമ്മൾ എഴുതി സ്വന്തമാക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിന് മാർക്ക് കിട്ടും എന്നുള്ള വിചാരത്തിലല്ലേ? അത് ഗൗരവമുള്ള പാപ. കുമ്പസാരത്തിൽ പറഞ്ഞാലേ, മോഷ്ടിച്ചിട്ടുണ്ടെന്ന് കുമ്പസാരത്തിൽ പറഞ്ഞാല് അച്ഛന്മാര് എന്താ പരിഹാരം പറയാന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല അല്ലേ? മോഷ്ടിച്ച വസ്തു തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പാപങ്ങൾ മോചിച്ച് തരാം. പക്ഷെ കോപ്പി അടിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കുമ്പോ വീണ്ടും കോപ്പി അടിക്കലാവും. അപ്പൊ അത് ഒരു കെണിയാട്ടാ. പിശാചിന്റെ കെണിയാ. അതില് പെട്ടാ പിന്നെ നമുക്ക് തലൂരാൻ പറ്റില്ല. പാപം ചെയ്തവൻ പാപത്തിന്റെ അടിമ ഒരു നാളും ഉടയവന്റെ വീട്ടിൽ വസിക്കുന്നില്ല. കേട്ടിണ്ടത്? അപ്പൊ നമ്മൾ ഒരിക്കലും അടിമകളാവരുത്. ദൈവത്തിന്റെ മക്കളായി നിലനിൽക്കണം. അപ്പൊ അതിന് വേണ്ടത് എന്താ? ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം. ഓക്കെ? അപ്പോൾ മോഷ്ടിച്ചു കഴിഞ്ഞാല് കുമ്പസാരത്തിൽ ചെന്ന് പാപപ്രവൃത്തി കിട്ടണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയും ചെയ്യും. കോപ്പി അടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. അച്ഛൻ ചിലപ്പോൾ പറഞ്ഞു തരും, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യേ, മേല് കോപ്പിയൊന്നും അടിക്കായ്ക്കോ, മോഷ്ടിക്കായ്ക്കോ എന്ന് പറഞ്ഞിട്ട് പറയും, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ പഠിക്കാൻ സഹായിച്ചോളോ, അല്ലെങ്കിൽ പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു പേന മേടിച്ചു കൊടുത്തോളോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് പരിഹാരമൊക്കെ ചെയ്യും. കോപ്പി അടിക്കരുത്. കോപ്പി അടിച്ചിട്ട് കിട്ടണ മാർക്ക് കൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. കോപ്പി അടിച്ചിട്ട് ഡോക്ടർ ആയാൽ ആ ഡോക്ടർക്ക് രോഗികളെ ശരിക്കും ചികിത്സിക്കാൻ പറ്റുമോ? കള്ള ഡോക്ടർ ആവും. ആ ഡോക്ടർ ചികിത്സിച്ച ആ രോഗി മരിക്കും. പിന്നെ അതിന്റെ പേരിൽ കേസാവും അല്ലേ? നമുക്ക് സത്യസന്ധരാകാം, ഈശോയുടെ മക്കളായിട്ട്. ഈശോ സത്യത്തിന് സാക്ഷ്യം വഹിച്ച പോലെ. ഓക്കെ? അച്ഛോ, ഭൂരിഭാഗം പേരും കോപ്പി അടിക്കാറില്ലേ? ഭൂരിഭാഗം പേരും കോപ്പി അടിക്കുന്നെന്ന് വെച്ചിട്ട് പാപമല്ലാണ്ടാവോ? ഓക്കെ, നമ്മള് സത്യത്തിന് സാക്ഷികളാകേണ്ടവരാ. നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് ചെയ്യാ. കിട്ടുന്നത് ഉത്തരം എഴുതാ, പഠിച്ചെഴുതാ. ഓക്കെ? അതുപോലെ കോപ്പി അടിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കായിരിക്കും. ഇത്തവണത്തെ പോട്ടെ, ടീച്ചർ മോൾക്ക് ഒരു നല്ല അനുഭവം ആയിക്കോട്ടെ, ഇനി ചെയ്യാതിരിക്കാനായിട്ട് തന്ന ഒരു ശിക്ഷണമായിട്ട് കണ്ടാൽ മതി. ഓക്കെ? വിഷമൊക്കെ കളാ. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം. ആർ യു റെഡി? ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ കൂട്ടുകാരെ, ഈ എപ്പിസോഡിൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി. മോഷ്ടിക്കരുതെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കരുത്, അങ്ങനെയുള്ള കോപ്പിയടി എന്ന് പറയുന്ന ആ പാപത്തിന്റെ കെണിയിൽ വീഴരുത്. ഓക്കെ? അപ്പോ ഇനി കോപ്പി അടിക്കുന്നത് പാപമല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമുക്ക് ഈശോയുടെ കൂടെ ഈശോയുടെ മക്കളായിട്ട് തന്നെ ജീവിക്കണം, പാപത്തിന് അടിമകളാകാതെ. അടുത്ത എപ്പിസോഡിലെ പുതിയ സംശയവുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നല്ല ദൈവിക വരപ്രസാദാവസ്ഥയിൽ നമുക്കായിരിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം. ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും നിരാശപ്പെടേണ്ട കേട്ടോ കൂട്ടുകാരി. നമുക്ക് നമ്മുടെ ഈശോയെ പാടി സ്തുതിച്ചാലോ? സോങ്ങിലേക്ക് പോകാം. കൂടുകൂട്ടി കാത്തിരിക്കും കുഞ്ഞാറ്റക്കിളിയേ, കൂട്ടുകൂടാൻ ഓടി വരുമോ കുഞ്ഞാറ്റക്കിളിയേ.
ഇന്നത്തെ ചിന്തകളും പാട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അടുത്ത ദിവസം വീണ്ടും കാണാം. ഇറ്റ്സ് മീ എൽറ്റ മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.